ചില സ്ത്രീകൾ എന്ത് ചെയ്യും, ഒരു പ്രായം കുറച്ച് പറയും. ഇപ്പം വയസ്സ് ചോദിക്കുന്ന ചില ആൾക്കാർക്ക് ഇഷ്ടമല്ല. എത്ര വയസ്സായെന്ന് ചോദിച്ചാൽ ഇങ്ങനെ ഒരു നോട്ടമുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? അത് ചോദിക്കരുതെന്നാണ്. അപ്പോൾ അത് അർത്ഥമാക്കുന്നത് അവർക്ക് പ്രായം കുറവ് തോന്നിക്കണം എന്നുള്ളതാണല്ലോ. അപ്പോൾ അങ്ങനെ വയസ്സ് കുറച്ച് മാത്രം പറഞ്ഞാൽ പോരാ, നിങ്ങൾ ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ആരോഗ്യം കൂടെ ശ്രദ്ധിക്കൂ. ഇത് ഒരു മരുന്നാണല്ലോ. അപ്പോൾ ഇതുകൂടെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളോട് ആരും പ്രായം ചോദിക്കില്ല. അടുത്തതായിട്ട് പറയാനുള്ളത്, ഇത് ക്യാൻസറിനെ പ്രതിരോധിക്കുന്നു എന്നുള്ളതാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു നല്ല മെഡിസിനായിട്ട് ഇതിനെ പരിചയപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതെല്ലാറ്റിനും മെഡിസിനാണ്. അപ്പോൾ നിങ്ങൾ ഇത് ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ ഇത് അങ്ങനെ അങ്ങോട്ട് ഉപയോഗിക്കലല്ല. അതിന് ചില ചിട്ടകളും ചില വട്ടങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഇങ്ങനെ വെള്ളം ഒഴിച്ച് അതിങ്ങനെ ദിവസവും കുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രീതിയുണ്ട്. തീർച്ചയായിട്ടും അത് തെറ്റായിട്ടുള്ളൊരു രീതിയാണ്. അപ്പോൾ ഇതിൻ്റെ വെള്ളം കുടിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വആലി കുല്ലിൻ വസ്വഹാബത്തി അജ്മഈൻ അമ്മാ ബഅദ്. എല്ലാവർക്കും സുഖമാണ് എന്ന് വിശ്വസിക്കുന്നു. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ നല്ല സുഖവും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണെന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നോക്കൂ, അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും ഈ വീഡിയോ മുഴുവനായിട്ട് കാണുകയും ഒരാൾക്കും ഉപകരിക്കാതിരിക്കില്ല ഈ വീഡിയോ. നമ്മൾ ചെയ്യുന്ന വീഡിയോകളൊക്കെ ആത്മീയപരമായിട്ട് ഓരോ മനുഷ്യനും അവൻ്റെ ജീവിതത്തിൽ ചെയ്യേണ്ട, പ്രവർത്തിക്കേണ്ട, ഉപയോഗിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, അവൻ ആരാണെങ്കിലും ശരി, വിശ്വാസിയാണെന്നുണ്ടെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ വളരെയേറെ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത്. സോ നിങ്ങളെല്ലാവരും ഈ വീഡിയോ മുഴുവൻ കാണുകയും അതോടൊപ്പം തന്നെ നിങ്ങളുടെ സ്റ്റാറ്റസുകളിലും ഗ്രൂപ്പുകളിലുമൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക എന്ന് ആദ്യമായിട്ട് ഉണർത്തട്ടെ. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് മരണമല്ലാത്ത എല്ലാ രോഗങ്ങൾക്കും ഷിഫ ഉണ്ട് എന്ന് കൽപ്പിച്ച ഒരു വസ്തുവിനെ കുറിച്ചിട്ടാണ്. ആ ഹദീസ് ഇങ്ങനെയാണ്: ഇന്ന ഹാദിഹിൽ ഹബ്ബത്ത സൗദാ ഷിഫാഉൻ മിൻ കുല്ലി ദാഇൻ ഇല്ലാ സാം. അഥവാ മരണമല്ലാത്ത എല്ലാ രോഗങ്ങൾക്കും, എല്ലാ അസുഖങ്ങൾക്കും ഈ കറുത്ത വിത്ത് അത് ഷിഫ ആണ്. ഏതാണത്? കരിഞ്ജീരകമാണ്. പലപ്പോഴും നാം ഉപയോഗിച്ചിട്ടുണ്ട്, അതിൻ്റെ എണ്ണ ഉപയോഗിച്ചിട്ടുണ്ട്, കരിഞ്ജീരകം തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്, അതിൻ്റെ പൗഡർ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ രൂപത്തിൽ നമുക്ക് വലിയ ഫലങ്ങൾ നൽകിയിട്ടുള്ള ഒരു സാധനമാണ്. ഇനി അത് എന്തിനൊക്കെയാണ് ഉപയോഗിക്കേണ്ടത്, അത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നൊക്കെയാണ് നമ്മൾ ഈ വീഡിയോകളിലൂടെ വളരെ കൃത്യമായിട്ട് പറയുന്നത്. അപ്പോൾ അസുഖങ്ങളുള്ളവർ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പലതരത്തിലുള്ള രൂപത്തിൽ ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഉപകാരപ്പെടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സോ നമുക്കതിൻ്റെ വശങ്ങളിലേക്ക് പോവാം. ആദ്യമായിട്ട് നമ്മൾ പറയുന്നത്, ഈ ശ്വസന സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുള്ള ആളുകൾ, അതുപോലെ തന്നെ അലർജിയുള്ള ആളുകൾ. പലതരത്തിലുള്ള അലർജി ഉണ്ടാവും പല ആളുകൾക്കും. ഭക്ഷണത്തിൽ അലർജി, രോഗങ്ങൾ, മരുന്നുകളിൽ അലർജി, തൊലിപ്പുറത്ത് അലർജി, ഈ രൂപത്തിൽ അലർജിയുള്ള ആളുകൾ പല രൂപത്തിലുണ്ടാവും. പിന്നെ ഈ പറയുന്ന പോലെ ശ്വസന, ആസ്ത്മ, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, ഇതൊക്കെയുള്ള ആളുകൾക്ക് ഈ കരിഞ്ജീരകം രണ്ട് രൂപത്തിൽ ഉപയോഗിക്കാൻ കഴിയും. അതിലൊന്നാമത്തേത്, ഇതിൻ്റെ പൊടി, പൗഡർ, കരിഞ്ജീരകത്തിൻ്റെ പൗഡർ ഓരോ ടീസ്പൂൺ വീതം തേനിൽ ചാലിച്ചുകൊണ്ട് അവർ കഴിക്കുക. വളരെ വ്യക്തമാണ്. അതായത് കരിഞ്ജീരകത്തിൻ്റെ പൗഡർ, അതിൻ്റെ പൊടി ഒരു ചെറിയ ടീസ്പൂൺ തേനിൽ ചാലിച്ചുകൊണ്ട് എല്ലാ ദിവസവും സേവിക്കുക എന്നുള്ളതാണ്. തേനും ഒരു വലിയ മരുന്നാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പഠിപ്പിച്ച ഒരു മരുന്നാണ് തേനും. എല്ലാ രോഗത്തിനും ഷിഫ ഉണ്ട് എന്ന് ഹബീബായ തങ്ങൾ പഠിപ്പിച്ചതാണ് തേൻ. അപ്പോൾ ആ തേനും അതുപോലെ തന്നെ ഈ ഒരു കരിഞ്ജീരകത്തിൻ്റെ പൗഡറും കൂടെ തേനിൽ ചാലിച്ചുകൊണ്ട് നമ്മൾ കഴിക്കുക എല്ലാ ദിവസവും എന്നുള്ളതാണ്. അതുപോലെ മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കരിഞ്ജീരകത്തിൻ്റെ എണ്ണ ഒരു 3-4 ഡ്രോപ്സ് വെള്ളത്തിലൊഴിച്ച് ആ വെള്ളം ആവി പിടിച്ചു കഴിഞ്ഞാൽ അതും ഈ പറയുന്ന ആസ്മക്കും അതുപോലെ തന്നെ അലർജിയുള്ള ആളുകൾക്കും ഗുണകരമാണ് എന്ന് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ രൂപത്തിൽ ഇവർക്കിത് വളരെ കൃത്യമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും, ഒരു സംശയവുമില്ല. അതുപോലെ പല ആളുകളെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ് പല്ലുവേദന. നോക്കൂ, പല്ലുവേദന പലർക്കും ഉണ്ട്. കാരണം ഈ രൂപത്തിൽ ഭക്ഷണം എന്താണ് കഴിക്കുന്നത്, എങ്ങനെ കഴിക്കുന്നു എന്നൊന്നും നമുക്കൊരു അളവും നിശ്ചയവും ഇല്ലാത്തതുകൊണ്ട് എല്ലാം വാരി വലിച്ച് കഴിക്കുകയാണ്. ഈ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ മിസ്വാക്ക് ചെയ്യുമോ? അതില്ല. അപ്പോൾ പല്ല് കേടുവരാൻ കൂടുതൽ കാരണമാകുന്നുണ്ടത്. അങ്ങനെ പല്ലിനെ നമുക്ക് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും അനുഭവിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഈ പല്ല് വേദനയ്ക്ക്, പല്ല് ഹോൾസ് വന്നിട്ടും
അതുപോലെ തന്നെ പുഴു തിന്നിട്ടും അതുപോലെ പല്ലിളകിയിട്ടും ഒക്കെ പല്ലിന് ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ട്. അപ്പോൾ ഇവർക്ക് ഒരു വേദന സംഹാരിയായിട്ട് ഈ പറയുന്ന കരിഞ്ജീരകത്തിൻ്റെ എണ്ണ ഉപയോഗിക്കാൻ കഴിയുമെന്നും അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ പല്ല് വേദനയ്ക്ക് വലിയ മാറ്റമുണ്ടാകുമെന്നും പറയപ്പെട്ടിട്ടുണ്ട്. പല്ലുവേദനയ്ക്ക് മാത്രമല്ല, തലവേദനക്കും കരിഞ്ജീരകത്തിൻ്റെ എണ്ണ ഒരു വേദന സംഹാരിയായിട്ട് ഉപയോഗിക്കാം. നമ്മൾ തലവേദനയ്ക്ക് വിക്സ് ഉപയോഗിക്കും അല്ലേ, ഇതുപോലെ കരിഞ്ജീരകത്തിൻ്റെ എണ്ണ തലവേദനയ്ക്ക് വേണ്ടിയിട്ടും ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളതാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ പ്രസവശേഷം സ്ത്രീകൾക്ക് കരിഞ്ജീരകം ചേർത്ത മരുന്നുകൾ ഉപയോഗിക്കുന്നതിലൂടെ അവരുടെ ഗർഭപാത്രം ശുദ്ധീകരിക്കാനും അവരുടെ മുലപ്പാൽ വർദ്ധിക്കാനും അത് കാരണമാകുമെന്നും പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ രൂപത്തിൽ ഇതിനെ പല രൂപത്തിൽ നമുക്ക് ഉപയോഗിക്കാം. കരിഞ്ജീരകം എന്നുള്ളത് അതിൻ്റെ എണ്ണ, അതിൻ്റെ പൗഡർ, അതിൻ്റെ സത്ത് ഇതെല്ലാം മരുന്നുകളാണ്. അപ്പോൾ ഈ മരുന്നുകളെ പൗഡറായിട്ടും എണ്ണയായിട്ടും അതുപോലെ തന്നെയും പല അസുഖങ്ങൾക്ക് വേണ്ടിയിട്ടും നമുക്ക് ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ളതാണ്. അതുപോലെ മറ്റൊരു കാര്യമാണ്, ഇന്ന് പല ആളുകൾക്കും ഈ മുടി സംബന്ധമായിട്ടുള്ള, അതായത് മുടി കൊഴിച്ചിൽ, വളർച്ചയില്ലായ്മ, താടി മീശ വളർച്ചയില്ലായ്മ. ചില ആളുകളൊക്കെ താടി വളരാൻ വേണ്ടിയിട്ട് അതിൻ്റെ മരുന്നുകൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാൻ താല്പര്യമുള്ള ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ താടി വളരാനും മുടി വളരാനും ഒക്കെ ആയിട്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഈ കരിഞ്ജീരകത്തിൻ്റെ എണ്ണ അതിന് ഏറ്റവും നല്ലതാണ്. ഈ എണ്ണ നിത്യമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മുടി സമൃദ്ധമായിട്ട് വളരും, താടി നന്നായിട്ട് നല്ല തിക്നെസ്സോടുകൂടി സമൃദ്ധമായിട്ട് വളരും, അതുപോലെ തന്നെ മീശയും നല്ല രൂപത്തിൽ വളരും എന്നുള്ളതാണ്. അപ്പോൾ നമ്മളത് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ താടി, മീശ, മുടി അതിൻ്റെ വളർച്ചയ്ക്ക്, അതിൻ്റെ ഗുണമേന്മയുള്ള മുടികൾ ഉണ്ടാവാനും ഈ കരിഞ്ജീരക എണ്ണ വളരെയേറെ ഫലപ്രദമാണ് എന്ന് മനസ്സിലാക്കുക. അതുപോലെ എല്ലാവർക്കും ഒരു പേടിയുള്ള കാര്യമാണ് പെട്ടെന്ന് വയസ്സായി പോകുമോ എന്നുള്ളത്. അപ്പോൾ മുഖത്തിൻ്റെ സൗന്ദര്യം കുറഞ്ഞു പോകുമോ, മുഖത്ത് വലിയൊരു പ്രായം തോന്നിക്കുന്നുണ്ടോ എന്നൊക്കെ പലരും ഇപ്പോൾ ഉമ്മമാർക്കാണെങ്കിലും അതുപോലെ തന്നെ ഉപ്പമാർക്കാണെങ്കിലും പലർക്കും മുഖത്ത് ആ ഒരു യൗവനം നിലനിർത്താൻ, യുവത്വം നിലനിർത്താൻ എന്ത് ചെയ്യണം? അത് വളരെയേറെ ഉപകരിക്കുന്നൊരു കാര്യമാണ്. ഈ കരിഞ്ജീരകത്തിൻ്റെ എണ്ണ ഇതിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഉള്ളതുകൊണ്ട് തന്നെ ഇത് മുഖത്ത് നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. അപ്പോൾ മുഖത്ത് ഇത് അപ്ലൈ ചെയ്യുന്നതിലൂടെ മുഖത്തിൻ്റെ ചുളിവുകൾ മാറാനും അതുപോലെ തന്നെ പ്രായമാകുന്നതിന്, പെട്ടെന്ന് തന്നെ പ്രായമായി പോകുന്ന മുഖം ഇങ്ങനെ ചുക്കിച്ചുളിഞ്ഞ് ഒരു വയസ്സനെ പോലെ ആകുന്നത് തടയാനും ഈ കരിഞ്ജീരകത്തിൻ്റെ എണ്ണ സഹായിക്കുന്നുണ്ട്. സോ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിൽ ഒരു കേടുമില്ല. കാരണം ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് മുഖത്ത് നമുക്ക് അപ്ലൈ ചെയ്യാൻ കഴിയും. മുഖത്തിൻ്റെ ചുളിവുകൾ മാറും, കുരുക്കൾ പോകും, അതിനെ പ്രായമാകുന്നതിനെ തടയുകയും ചെയ്യുമെന്ന് പറയപ്പെടുന്നുണ്ട്. സോ നമുക്കതിനെ അങ്ങനെ ഉപയോഗിക്കാൻ കഴിയും. അപ്പോൾ പ്രായമാകുന്നതിനെ തടയാൻ നമ്മൾ എന്ത് ചെയ്യുക, ഇത് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ചില സ്ത്രീകൾ എന്ത് ചെയ്യും, ഒരു പ്രായം കുറച്ച് പറയും. ഇപ്പം വയസ്സ് ചോദിക്കുന്ന ചില ആൾക്കാർക്ക് ഇഷ്ടമല്ല. എത്ര വയസ്സായെന്ന് ചോദിച്ചാൽ ഇങ്ങനെ ഒരു നോട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്, അത് ചോദിക്കരുതെന്നാണ്. അപ്പോൾ അത് അർത്ഥമാക്കുന്നത് അവർക്ക് പ്രായം കുറവ് തോന്നിക്കണം എന്നുള്ളതാണല്ലോ. അപ്പോൾ അങ്ങനെ വയസ്സ് കുറച്ച് മാത്രം പറഞ്ഞാൽ പോരാ, നിങ്ങൾ ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ആരോഗ്യം കൂടെ ശ്രദ്ധിക്കൂ. ഇത് ഒരു മരുന്നാണല്ലോ. അപ്പോൾ ഇതുകൂടെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളോട് ആരും പ്രായം ചോദിക്കില്ല. അടുത്തതായിട്ട് പറയാനുള്ളത്, ഇത് ക്യാൻസറിനെ പ്രതിരോധിക്കുന്നു എന്നുള്ളതാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു നല്ല മെഡിസിനായിട്ട് ഇതിനെ പരിചയപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതെല്ലാറ്റിനും മെഡിസിനാണ്. അപ്പോൾ ക്യാൻസറിനെ പ്രതിരോധിക്കാൻ ഈ ഒരു കരിഞ്ജീരകത്തിൻ്റെ എണ്ണയാവട്ടെ, അത് പൗഡറാകട്ടെ, കരിഞ്ജീരകം തന്നെ ആവട്ടെ, അതെങ്ങനെ വേണമെങ്കിലും നമുക്കത് ഉപയോഗിക്കാമെന്നുള്ളതാണ്. അതുപോലെ തന്നെ വയറ്, കുടൽ സംബന്ധമായിട്ടുള്ള എല്ലാ അസുഖങ്ങൾക്കും ഇതൊരു വലിയ മരുന്നായിട്ടും ഉപയോഗിക്കാം എന്ന് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠനങ്ങൾ നടത്തിയപ്പോൾ മനസ്സിലാകുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി എന്തൊക്കെയാണ് ഇത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? ഇത് ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ ഇത് അങ്ങനെ അങ്ങോട്ട് ഉപയോഗിക്കലല്ല, അതിന് ചില ചിട്ടകളും ചില വട്ടങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് വേണം ഈ കരിഞ്ജീരകം നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, എല്ലാം മിതമായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കുമ്പോഴാണ് അതിന് ഒരു ഫലമുണ്ടാവുക. മിതമായിട്ടുള്ള രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇത് ഉപയോഗിക്കണം. എന്ന് മാത്രമല്ല, കരിഞ്ജീരകം വറുത്തിട്ട് തേനിൽ ഉപയോഗിക്കുമ്പോഴാണ് അതിന് കൂടുതൽ ഫലമുണ്ടാകുക എന്ന് പറയപ്പെടുന്നുണ്ട്. അഥവാ അത് വറുത്തിട്ട് തേനിൽ ചാലിച്ച് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ രൂപത്തിൽ നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഈ കരിഞ്ജീരകം ഇട്ട വെള്ളം നമ്മൾ ഉപയോഗിക്കുമ്പോൾ ചില ആളുകൾ ചെയ്യുന്നത് 3-4 ടീസ്പൂൺ കരിഞ്ജീരകം ഇട്ട് അതിലേക്ക് ഇങ്ങനെ വെള്ളം ഒഴിച്ച് അതിങ്ങനെ ദിവസവും കുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രീതിയുണ്ട്. തീർച്ചയായിട്ടും അത് തെറ്റായിട്ടുള്ളൊരു രീതിയാണ്. അപ്പോൾ ഇതിൻ്റെ വെള്ളം കുടിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ടത് 1 ടീസ്പൂൺ വെള്ളത്തിലിട്ട് ആ വെള്ളം നന്നായിട്ട് തിളപ്പിച്ച് ആ വെള്ളം ആറ്റി അത് 4
5 ഗ്ലാസ് ഒരു ദിവസം കുടിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട രീതി എന്ന് പറയുന്നത്. അപ്പോൾ ആ വെള്ളമാണ് നമ്മൾ കൃത്യമായിട്ട് ഉപയോഗിക്കേണ്ടത്. അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ചുരുക്കി പറഞ്ഞാൽ ഓരോ രോഗത്തിനും ഓരോ രൂപത്തിലാണ് ഇതിനെ ഉപയോഗിക്കേണ്ടത്. എങ്കിൽ മാത്രമേ അതിന് അതിൻ്റേതായിട്ടുള്ള ഫലം ലഭിക്കുകയുള്ളൂ എന്ന് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠനം നടത്തുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ BP ഇടയ്ക്കിടയ്ക്ക് കുറയുന്ന ആളുകൾ, ഷുഗർ കുറയുന്ന ആളുകൾ, അതുപോലെ തന്നെ ബ്ലീഡിങ് അസുഖങ്ങളുള്ള ആളുകളൊക്കെ ഈ കരിഞ്ജീരകം അത് അവരുടെ ഡോക്ടേഴ്സിൻ്റെ വ്യക്തമായിട്ടുള്ള നിർദ്ദേശപ്രകാരം അതിനെ ഉപയോഗിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഈ അസുഖങ്ങൾക്ക് മരുന്നാണ് എന്ന് കരുതിയിട്ട് വാരി വലിച്ച് ഉപയോഗിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ, ആ കരിഞ്ജീരകം എടുപ്പുണ്ട് അതങ്ങോട്ട് ഉപയോഗിക്കുക, അങ്ങനെയല്ല. അത് വ്യക്തമായിട്ടുള്ള നിർദ്ദേശപ്രകാരം അതിൻ്റെ അളവ് പ്രകാരം അത് ഉപയോഗിക്കേണ്ട രീതി എങ്ങനെയാണ്, ആ രൂപത്തിൽ നമ്മളതിനെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ കറക്റ്റായിട്ട് അതിനെ ഉപയോഗിക്കേണ്ട മെത്തേഡുകളിൽ, അതിനെ ഉപയോഗിക്കേണ്ട രീതികളിൽ അതിനെ ഉപയോഗിച്ചാൽ മാത്രമാണ് അതിൽ വ്യക്തമായിട്ടൊരു ഒരു ഫലം, അതുമായി ബന്ധപ്പെട്ട ഗുണങ്ങൾ നമുക്ക് ലഭിക്കുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ കരിഞ്ജീരകത്തെ പറ്റിയിട്ടാണ് നമ്മൾ പറഞ്ഞു വന്നത്. എല്ലാ രോഗത്തിനും അത് മരുന്നാണ്. അതിനെ ഉപയോഗിക്കേണ്ട രീതിയിൽ, മിതമായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കേണ്ട രൂപത്തിലൊക്കെ ഉപയോഗിക്കുക. അതൊക്കെ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടതിൽ ഒരുപാട് നന്ദി. നിങ്ങളെല്ലാവരും ഈ വീഡിയോ അത്യാവശ്യക്കാരായിട്ടുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു കരിഞ്ജീരകം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് നമുക്കിതിനെ പരിചയപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഇന്ന് ആധുനികമായിട്ട് ഒരുപാട് ചികിത്സാ രീതികളിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത് പല ഹോസ്പിറ്റലുകളിലും, ഇപ്പോൾ എൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്വാലിഹ്, അദ്ദേഹത്തിൻ്റെ ഉമ്മയുടെ അനുജത്തി ഒരു ആയുർവേദ ഡോക്ടറാണ്. അപ്പോൾ സ്വാലിഹ് ഒരു ദിവസം അവിടെ ചെന്ന സമയത്ത് ഈ കരിഞ്ജീരകത്തിൻ്റെ എണ്ണ അവർ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ആ രൂപത്തിൽ ഇത്തരം ആയുർവേദ സ്ഥലങ്ങളിൽ, ആയുർവേദ ഹോസ്പിറ്റലുകളിൽ അല്ലെങ്കിൽ ആയുർവേദ മെഡിസിനുകൾ ഉണ്ടാക്കുന്ന സ്ഥലങ്ങളിലൊക്കെ കരിഞ്ജീരകം വളരെ ഫലവത്തായിട്ടുള്ള രൂപത്തിൽ എല്ലാ അസുഖങ്ങൾക്കും ഉപയോഗിക്കുന്ന രൂപത്തിൽ, എല്ലാ അസുഖങ്ങൾക്കും ഉപകാരപ്പെടുന്ന രൂപത്തിൽ, അഥവാ അസുഖം മാറാൻ ഉപകാരപ്പെടുന്ന രൂപത്തിൽ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്കെല്ലാം അറിയുന്നതാണ്. അപ്പോൾ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ സാധനം അതിന്ന് ആധുനിക ശാസ്ത്രം തെളിയിച്ചതാണ് പല രോഗങ്ങൾക്കും മരുന്നാണ് എന്നുള്ളത്. സോ നമ്മളത് കൃത്യമായിട്ടുള്ള രൂപത്തിൽ ഉപയോഗിക്കുക. ഇന്ന് നമുക്ക് മാർക്കറ്റുകളിൽ നിന്ന് ഇതിൻ്റെ പൗഡറും അതുപോലെ തന്നെ എണ്ണയും മറ്റുമൊക്കെ ലഭ്യമാകും എന്നുള്ളത് വളരെയേറെ നമുക്കറിയുന്ന കാര്യമാണ്. അപ്പോൾ ആ രൂപത്തിൽ കറക്റ്റായിട്ട് ഉപയോഗിക്കേണ്ട മെത്തേഡുകളിൽ, ഉപയോഗിക്കേണ്ട രീതികളിൽ നാം ഇതിനെ ഉപയോഗിച്ചാൽ മാത്രമാണ് അതിൻ്റെ ഫലം നമുക്ക് ലഭിക്കുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നമ്മുടെ അസുഖങ്ങളൊക്കെ ശിഫയാക്കട്ടെ. ഇതിനെയൊക്കെ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.